ഹായ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു കടപ്ലാവിൻ്റെ ചോട്ടിലാണ്. ബ്രെഡ് ഫ്രൂട്ട് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസൊക്കെയാണ്. പക്ഷേ കേരളത്തിലും കർണാടകത്തിലും മാത്രമേ ഇന്ത്യയിൽ ഈ കടപ്ലാവുള്ളൂ. ഈ നിൽക്കുന്നത് ഒരു 5 വർഷം പഴക്കമുള്ള ഒരു കടപ്ലാവാണ്. നോക്കിപ്പോൾ, ഒരു 5 വർഷം പഴക്കമുള്ളൊരു ഞാനൊരു ബഡ് കടപ്ലാവ് മേടിച്ച് വെച്ചതാണ് ഒരു 5 വർഷം മുമ്പ്. പെരയ്ക്ക് മുകളിലേക്ക് പോകുന്നൊരു സാധനമായതുകൊണ്ട് പെരയ്ക്ക് മുകളിലേക്ക് ഉയർന്നാൽ വീടിന് ദോഷം, കുടുംബത്തിൽ ആൾനാശം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പഴമൊഴികളുണ്ട്. ഇത് അങ്ങ് പോയിട്ട് ഏകദേശം ഒരു 4-5 ആൾ പൊക്കത്തിൽ പോയി. ഇതേ പെരയുടെ നോക്കിക്കേ, ആ പെരയുടെയൊക്കെ മുകളിലേക്ക് അങ്ങ് പോയി. അത് ആ പെരയുടെ മുകളിലേക്ക് പോയതിന് ശേഷം നമുക്ക് കടച്ചൊക്കെ പറിക്കാൻ വലിയ പാടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ ചേർന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലൊരു മിഷ്യൻ വാളുണ്ടായിരുന്നു. ഞാൻ ആ മിഷ്യൻ വാളും കൊണ്ട് ഒരു 2 ആളി പൊക്കത്തിൽ ഈ കടച്ചക്ക കഴിഞ്ഞ വർഷം ഇത്രയും മണ്ണമുള്ള ഈ തടി ഞാനങ്ങ് മുറിച്ചു, മൊത്തം മുറിച്ചു. അയൽക്കത്താരൊക്കെ പറഞ്ഞു, എൻ്റെ ദൈവമേ എന്തോരം കടച്ചക്ക ഉണ്ടായിരുന്നു. എന്നെ ഒക്കെ ചീഞ്ഞ് ചാടി നിലത്തേക്ക് ചാടി ഇങ്ങനെ ചതഞ്ഞ് ഈ ചക്കപ്പഴം പോലെ അടുപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറക്കാൻ കയറി കഴിഞ്ഞാലോ അതിൻ്റെ മുകളിൽ ഒടിഞ്ഞാടും. കടപ്ലാവിന് ബലമില്ല. ഞാൻ ആ 2 ആളി പൊക്കത്തിൽ വെച്ച മിഷ്യൻ വാളും കൊണ്ട് ഇത്രയും വലിയ തടിയായപ്പോൾ ഒരു 25 ഇഞ്ചുണ്ട് റബ്ബറിൻ്റെ വണ്ണമുണ്ട്. നോക്കിക്കോളൂ, ഇതുണ്ടോ? ഇനി നീങ്ങിയോ? കറക്റ്റ് നോക്കിക്കോളൂ നിങ്ങൾക്ക്. ഇതുണ്ടോ? ഞാൻ ഇവിടെ വെച്ച് ഈ കവരയിലും കഴിഞ്ഞ വർഷം കവരയിലും വെച്ച് ഇതങ്ങ് മുറിച്ചു. ഇത് മൊത്തം മുറിച്ചു. അപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കണമെന്ന്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ മുറിച്ച് നിർത്തി. ഇതേണ്ടില്ലേ മുറിച്ചകനുണ്ടോ? എല്ലാം ഞാൻ അങ്ങ് മുറിച്ചു. തല ഇതണ്ട എല്ലാം മുറിച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇനി കടച്ചൊക്കെ ഉണ്ടായില്ലെങ്കിലോ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ. ആ മുറിച്ചതിന് ശേഷമുള്ള 1 വർഷം പോലും ആയിട്ടില്ല ആ കടപ്ലാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇത് കണ്ടോ, മാമ്പഴം പോലെ. ഇത് കണ്ടില്ലേ, മാമ്പഴം പോലെ കടച്ചൊക്കെ ഉണ്ടാക്കിറണ്ട. നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ കണ്ടില്ലേ? ഇത് കണ്ട, ഇത് നമുക്ക് കൈ കൊണ്ട് പറിക്കാം. അതേ നോക്കിക്കോ, ഇത് കണ്ടോ, ഇത് കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ കടപ്ലാവും ആകാശത്തിലല്ലേ, കണ്ട. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കുറേ ഞങ്ങൾ പറിച്ചു കിട്ടോ, 10 ഞങ്ങൾ പറിച്ചു കിട്ടോ. ഇത് കണ്ട, എത്ര എണ്ണം നോക്കിയേ. ഇത് നോക്കിയേ, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു കൈപ്പിടിയിൽ നമുക്ക് ദിവസവും പറിക്കാം. ഇതുണ്ട്, ഇതാണ്. ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് കണ്ടോ. ഇനി ഇങ്ങോട്ട് പോയാൽ ആ വെട്ടേൻ്റെ ആ ഒരു കത്തി കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. ഇത് ചോട്ടിലേക്ക് നോക്കാം. കൈ കൊണ്ട് പറിക്കാൻ പാടില്ല. നോക്കി കണ്ടില്ലേ, കണ്ടോ. ഈ സൈഡിൽ നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 24 25 26 27 32 33 36 40. കണ്ടോ, ഈ ഇത്രയും വട്ടത്തിൽ 4 കോലയിൽ 40 എണ്ണം ഉണ്ട്. നോക്കി, ഇത് ഏതാണ്ട് ഇപ്പോൾ ഒരു 500 മുകളിലുണ്ട്. 5 വർഷമായുള്ളൂ. ബഡാണ് മേടിച്ചത്, നാഗാർജുനയിൽ നിന്ന് മേടിച്ചാണ് ഞാൻ വാഴക്കുളം നാഗാർജുന വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഇത് ഈ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ വർഷം ഈ കടച്ചക്ക നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും അടുത്ത വർഷം ഇതിൻ്റെ ഇവിടെ വെച്ച ഒറ്റ വെട്ടം കൊണ്ടണം. നിങ്ങളും ചെയ്യേണ്ടതാണ്. ഈ വെട്ടം വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇത്തന്നെ പിടിച്ചതേ ഇപ്പം ഇവിടെയാണെങ്കിൽ അടുത്ത വർഷം ഇവിടെ വരും. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കടച്ചക്കയുടെ ഗുണം എന്താണെന്നറിയാം, തലമുടി തഴച്ച് വളരുവാനും ഹാർട്ടിൻ്റെ പമ്പിങ് വർദ്ധിപ്പിക്കുവാനും പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഏറ്റവും നല്ല ഫ്രൂട്ടാണ്. ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ വയറിൽ ഗ്യാസ് ഉണ്ടാവും, പക്ഷേ അതിൽ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാം, വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സാധനത്തിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹായ് ബൈ.